ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീവാസുദേവം അനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഞാൻ ലളിതാംബിക വിശ്വനാഥൻ. ഇന്ന് ഗുരുവായൂർ ഏകാദശി വ്രതത്തിനെക്കുറിച്ച്, ആ വ്രതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച്, ആ വ്രതം എങ്ങനെ എടുക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യുകയാണ്. ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടെ കേൾക്കണം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും ചിലർക്കെങ്കിലും ചില സംശയങ്ങൾ ഉണ്ടാകാം. ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് ഇത് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് പറയാം. ഇക്കൊല്ലത്തെ 2024 ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ 11 തീയതിയാണ്. അപ്പോൾ ഈ വ്രതം നമ്മൾ ആരംഭിക്കേണ്ടത് ഡിസംബർ 10 മുതലാണ്. ഡിസംബർ 10, 11 വ്രതവും 12 തീയതി അതിൻ്റെ സമാപനവുമാണ്. അതായത് ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസങ്ങളിലാണ് വ്രതം ആചരിക്കേണ്ടത്. ഈ വ്രതം ആചരിക്കേണ്ടത് എങ്ങനെയെന്ന് ചുരുക്കി പറയാം. ദശമി അന്ന് രാവിലെ കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രവും ഓം നമോ നാരായണായ മുതലായ ഭഗവാന്റെ നാമങ്ങളും ജപിച്ച ശേഷമാണ് നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിക്കേണ്ടത്. സാധിക്കുന്നവർ ദശമി എന്നും ഏകാദശി എന്നും പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ ജലപാനം കഴിക്കണമെങ്കിൽ അത് കഴിക്കാം. അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, പാല് എന്നിവ കഴിക്കേണ്ടവർക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയനുസരിച്ച് പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് മരുന്നുകൾ കഴിക്കുന്നവരാണ്. അപ്പോൾ ആ മരുന്നുകൾ കഴിക്കുമ്പോൾ ഭക്ഷണം കുറച്ചെങ്കിലും കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വ്രതമെടുക്കാൻ വേണ്ടി ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് വ്രതമെടുത്താൽ അതിന് ഫലം കുറയും. ശരീരം അവിടെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ശ്രദ്ധ വേദനയിലേക്കും വിഷമത്തിലേക്കായിരിക്കും. അത് കാരണമാണ് നമ്മുടെ ശ്രദ്ധ വ്രതത്തിൽ നിന്നും നമ്മുടെ ശാരീരിക ക്ലേശത്തിലേക്ക് മാറും. അതിനെ കൊണ്ടുള്ള ഗുണം കുറയും, ബലം കിട്ടും. ഇപ്പം നമ്മൾ അറിഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക് കഴിച്ചാലും അറിയാതെ ആൻറ്റിബയോട്ടിക് കഴിച്ചാലും അത് അതിൻ്റെ ഗുണം ചെയ്യും. അതുപോലെ വ്രതമെടുത്താൽ എന്തായാലും 100% നമുക്ക് ഫലം കിട്ടും. പക്ഷേ ആ വ്രതം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയായിരിക്കണം? മനസ്സ് ഭഗവാൻകലായിരിക്കണം. അതിനാണ് അന്നത്തെ ദിവസം നമ്മൾ ആഹാരത്തിന് ഒരു മിതത്വം വരുത്തി സദാ ഭഗവാന്റെ നാമം ജപിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വ്രതത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ ആലോചിക്കുക അന്ന് എന്ത് കഴിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആഹാരത്തിലേക്കാണ് പോകുന്നത്. ഈ ആഹാരത്തിൻ്റെ കാര്യം നിങ്ങൾ വിട്ടേക്കൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്ന് എന്തൊക്കെ നമുക്ക് ജപിക്കാൻ കഴിയും, അന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യണം. അന്ന് നമ്മൾ കുളിച്ച് ദേഹശുദ്ധി വരുത്തിയ ശേഷം ഭഗവാനെ പൂജിക്കുക, നാമം ജപിക്കുക. അടുത്ത് ക്ഷേത്രമുള്ളവർ ക്ഷേത്രത്തിൽ പോയി തൊഴുക, അവിടെ ഇരുന്ന് നാമം ജപിക്കുക. ഇങ്ങനെ നമ്മൾ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് എന്നതിനെക്കുറിച്ച് കൂടുതൽ പറയാം. നാരായണീയം പാരായണം ചെയ്യാൻ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. ശ്രീമദ് ഭഗവത്ഗീത പാരായണം ചെയ്യാം. ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് തന്നെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച ദിവസം കൂടിയാണ്. അപ്പോൾ അന്ന് ഭഗവത്ഗീത പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം ദശമി അന്ന് തുടങ്ങുന്ന വ്രതം അന്ന് ഒരിക്കൽ ഊണാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാത്രി എന്തായാലും ഭക്ഷണം കഴിക്കേണ്ട. ആവശ്യമുള്ളവർക്ക്, ഉപവാസം എടുക്കാൻ കഴിയാത്തവർക്ക് അന്ന് ഉച്ചയ്ക്ക് ലഘുവായി ആഹാരം കഴിക്കാം. രാത്രി ആഹാരം ഒഴിവാക്കുക. ഒരു ഗ്ലാസ് പാലോ പഴമോ കഴിക്കുക. പിറ്റേന്ന് ഏകാദശി അന്ന് പുലർച്ചെ തന്നെ എണീറ്റ് കുളിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം വീട്ടിലുള്ളവരാണെങ്കിലും
ഫോട്ടോ വീട്ടിലുള്ളവരാണെങ്കിലും ആ ഫോട്ടോവും വിഗ്രഹവുമൊക്കെ തുടച്ച് വൃത്തിയാക്കി പുതിയ തുളസി മാലയോ നമ്മളെ കൊണ്ട് സാധിക്കുന്ന പുഷ്പങ്ങൾ കൊണ്ട് ഭഗവാനിഷ്ടം തുളസി, തെച്ചി, മന്ദാരം ഇതൊക്കെ എടുത്ത് ഭഗവാന് നല്ലൊരു മാല കെട്ടിച്ചാർത്തി, ഇല്ലെങ്കിൽ വാങ്ങുകയാണ് പൂവ് നമുക്ക് വീട്ടിൽ ഇല്ലെങ്കിൽ പൂവ് വാങ്ങിയ നല്ല തുളസി മാല വാങ്ങിച്ചാർത്തി ഭഗവാൻക്ക് ധൂപദീപങ്ങൾ കാണിച്ച് സാധിക്കുമെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാം. അന്നത്തെ ദിവസം നമുക്ക് അരിയാഹാരം കഴിക്കാൻ പാടില്ലെങ്കിലും ഗുരുവായൂരപ്പന് പാൽപ്പായസ നൈവേദ്യം വെച്ച് നൈവേദ്യം ചെയ്യാവുന്നതാണ്. പിന്നെ രാവിലെ ഒന്നും കഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ലഘുവായിട്ട് പഴമോ പാലോ കഴിക്കാം. ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനനുസരിച്ച് ഗോതമ്പ് കൊണ്ടോ എന്തെങ്കിലും കഴിക്കാം. രാത്രിയും അതുപോലെ തന്നെ. പ്രത്യേകിച്ച് ഈ ഹരിവാസര സമയത്ത് നമ്മൾ ഒന്നും കഴിക്കാൻ പാടില്ല. ആ സമയത്ത് നാമജപം, അതായത് ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും വരുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാതെ ഭഗവൻ നാമജപമായിട്ട് കൂടുതൽ ശ്രദ്ധിക്കണം. പിറ്റേ ദിവസം ദ്വാദശി അന്ന് രാവിലെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി, അല്ലെങ്കിൽ വീട്ടിൽ ഭഗവത് പൂജ ചെയ്ത് തുളസി തീർത്ഥം കഴിച്ച് നമുക്ക് വ്രതം സമാപിപ്പിക്കാവുന്നതാണ്. ഇനി ഈ ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഏകാദശി വ്രതം പ്രത്യേകിച്ച് എല്ലാ ഏകാദശി വ്രതവും വളരെ ഉത്തമമാണ്. ഭഗവത് പ്രീതിക്കുള്ള ഏറ്റവും ഉത്തമമായ വ്രതമാണ് ഏകാദശി വ്രതം. അതിൽ തന്നെ പ്രത്യേകിച്ച് ഗുരുവായൂർ ഏകാദശിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ദിവസം എല്ലാ ദേവീദേവന്മാരും സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദർശനത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. മാത്രമല്ല വൈകുണ്ഠവാസിയായ സാക്ഷാൽ ശ്രീ അനന്തശായിയായ ലക്ഷ്മി നാരായണ സ്വാമിയായ ഭഗവാൻ ലക്ഷ്മി ദേവി സമേതനായി ശ്രീമൻ നാരായണമൂർത്തി സ്വാമി ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്നത്തെ ദിവസം എത്തിച്ചേരുന്നു. അന്നത്തെ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ പരമപുണ്യമാണ്. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നല്ല തിരക്ക് കാരണം കിടക്കാൻ പറ്റിയില്ലെങ്കിലും ഗുരുവായൂരിലെത്തിയാൽ മതി, അപ്പം തന്നെ വളരെ പുണ്യമാണ്. ഈ ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ഗുരുവായൂർ കേശവൻ എന്ന പ്രസിദ്ധമായ കലിയുഗത്തിലെ കലിയുഗത്തിലെ ഗജേന്ദ്രനായ ഗുരുവായൂർ കേശവന് മോക്ഷം ലഭിച്ചത്. അതായത് അന്നാണ് ഗുരുവായൂർ കേശവൻ ഭഗവത് പാദത്തിൽ ചേർന്നത്. പിന്നെ ഗുരുവായൂർ ഏകാദശി ദിവസത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഗുരുവായൂർ ഏകാദശി 1 മാസം മുന്നേ തന്നെ ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പതിവായി എല്ലാ ഗുരുവായൂർ ഏകാദശിക്കും ഗുരുവായൂരിലെത്തി ഭഗവാന് സംഗീതാർച്ചന നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഭാഗവതർ ഗുരുവായൂരിലേക്ക് പോകുന്നതിന് പകരം വേറൊരു രാജാവിൻ്റെ സമക്ഷത്തിലേക്കാണ് പോയത്. എന്തോ ഒരു കാലക്കേടിന് അങ്ങനെ തോന്നി ഭാഗവതർക്ക്. പക്ഷേ അവിടെ പോയി രാജാവിൻ്റെ മുമ്പിൽ പാടാൻ കഴിഞ്ഞില്ല, തൊണ്ട അടച്ചുപോയി. അപ്പോൾ തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഗുരുവായൂരിലെത്തി സമസ്താപരാധവും ഏറ്റുപറഞ്ഞ് അവിടെ ഇരുന്ന് കണ്ണീരോടുകൂടെ ഭഗവാനെ പാടാൻ ശ്രമിച്ച് അവസാനം ഭഗവാൻ തന്നെ ചെമ്പയ്ക്ക് തൻ്റെ നാദം തിരിച്ചു കൊടുത്തു. അങ്ങനെ പിന്നീട് ഒരു ഗുരുവായൂർ ഏകാദശിയും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ വേറെ എവിടെയും പോയിട്ടില്ല. ഗുരുവായൂർ തന്നെ ഭജനമിരുന്ന് കീർത്തനങ്ങൾ ആലപിക്കുമായിരുന്നു. ആ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ ഭഗവാൻ അനുഗ്രഹിച്ചതിൻ്റെ സ്മരണയ്ക്കായി ഇപ്പോൾ 1 മാസമാണ് സംഗീതോത്സവം, ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂരിൽ നടത്തുന്നത്. ഗുരുവായൂർ ഏകാദശി ദിവസം ഞാൻ മുന്നേ പറഞ്ഞ പോലെ അന്നാണ് ഭഗവാൻ അർജുനനെ മുൻനിർത്തി കലിയുഗത്തിൽ പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന നമുക്ക് വേണ്ടി ശ്രീമദ് ഭഗവത്ഗീത മുഴുവനായി അർജുനന് ഉപദേശിച്ചു കൊടുത്തത്. അത് ഇന്നും മുഴുവനായി വ്യാഖ്യാനിച്ച് അതിൻ്റെ അർത്ഥം മുഴുവനായി മനസ്സിലാക്കാൻ വളരെ കഷ്ടമാണ്. അത് മുഴുവൻ എല്ലാവിധത്തിലും അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നവർ മഹാഭാഗ്യവാന്മാർ. പിന്നെ ഭഗവത്ഗീതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിലെന്തു നോക്കുന്നുവോ നമുക്കത് ലഭിക്കും. സാത്വികമായ ഗുണത്തോടുകൂടെ നോക്കുന്നവർക്ക് ഭക്തിമാർഗത്തിലൂടെ ഭഗവാനെ എങ്ങനെ പ്രാപിക്കാമെന്ന് ലഭിക്കും. നമ്മൾ എന്ത് നോക്കുന്നുവോ അത് ലഭിക്കും. അതാണ് ചിലരൊക്കെ ഭഗവത്ഗീതയെ മോശമായി പറയുന്നത്. കാരണം അവർ മോശമായിട്ട് അതിനെ നോക്കുന്നത്. അപ്പോൾ അവർ നോക്കുന്ന ഏത് കണ്ണാടിയാണോ അതിൽ കൂടെ അവർക്ക് കാണാൻ കഴിയും. ഈ ഗുരുവായൂർ ഏകാദശി വ്രതം നമുക്കെല്ലാവർക്കും ഭഗവത് കൃപ കൊണ്ട് നന്നായി എടുക്കാൻ കഴിയട്ടെ. അവനവൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് ഉപവാസമോ ഒരിക്കലൂണോ
ഒരു നേരം മാത്രം ആഹാരമോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചോ എങ്ങനെയാച്ചാൽ യഥാശക്തി നമ്മൾ ഭഗവാനെ പൂജിക്കാനായി ശരീരം ഒരുക്കി ഭഗവാനെ ഭജിക്കുക. സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതി കഥ എന്നാ പറയുന്നത്. എപ്പോഴും എപ്പോഴും ഭാഗവതി കഥകൾ നമ്മൾ സേവിച്ചു കൊണ്ടിരിക്കുക. എന്താണ് കാരണം? ഭാഗവതം തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. അപ്പോൾ ഭഗവാനെ തന്നെ നമ്മൾ സേവിക്കുക. സദാ നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അന്നത്തെ ദിവസം നമുക്ക് നാരായണ മന്ത്രം ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ഹരേ രാമ മഹാമന്ത്രം ജപിക്കാം. ഇതെല്ലാം ജപിക്കുന്നതിന് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ജപിക്കാം. ഇതെല്ലാം ജപിക്കുന്നതിന് ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിച്ച് നമുക്കെല്ലാവർക്കും ഈ ഏകാദശി ദിവസം 2 ദിവസം വ്രതമെടുത്ത് 3-ാം ദിവസം യഥാസമയത്തിൽ പാരണ ചെയ്ത് ഭഗവാന്റെ തൃപ്പാദത്തിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സമർപ്പിച്ച് ഭക്തിപൂർവ്വം ഭഗവാനെ ഭജിക്കാൻ സാധിക്കട്ടെ. ഈ ഏകാദശി വ്രതം എടുക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും 7 ജന്മങ്ങളായി, കഴിഞ്ഞ ജന്മങ്ങൾ 7 ജന്മങ്ങളിൽ നമ്മളുടെ അടുത്ത് 7 ജന്മങ്ങളായി നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ, നമ്മളിൽ വന്ന് അടിഞ്ഞുകൂടിയിട്ടുള്ള ആ പാപങ്ങൾ മുഴുവൻ ഇല്ലായ്മയാകും. ഈ ഏകാദശി ചെയ്താൽ നിശേഷമായി ഇല്ലാതെയായിത്തീരും ഏകാദശി വ്രതം കൊണ്ട്. മാത്രമല്ല വേറൊരു ഗുണം എന്താ വെച്ചാൽ ഈ അടുത്ത 7 തലമുറയ്ക്ക് പുണ്യം ശേഖരിക്കലും കൂടിയാണ് ഏകാദശി വ്രതം. 2 ഗുണമുണ്ട്. 7 ജന്മത്തെ പാപമില്ലാതെയും 7 ജന്മത്തിൽ 7 തലമുറയ്ക്ക് വേണ്ടിയുള്ള പുണ്യം നമുക്ക് ശേഖരിക്കാൻ കഴിയും. ഇത്രയും മാഹാത്മ്യമുള്ള വേറൊരു വ്രതം നമുക്ക് കിട്ടാനില്ല. അത്രയും മാഹാത്മ്യമുള്ള ഈ വ്രതം നമുക്ക് യഥാവിധി യഥാശക്തി എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.